Miss Josmi. Now I welcome you to the podium to deliver the speech for 2026 World Day of Prayer gathering. Thank you. Oh, let me invite Faith Eldo, our treasurer, to the stage to welcome Josmi Joseph with a bouquet. Thank you. Thank you, Faith. Good morning to everyone. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, എക്യുമെനിക്കൽ ഫെലോഷിപ്പിന് വേണ്ടി ഐക്യമത്യത്തോടുകൂടി നേതൃത്വം കൊടുക്കുന്നവർക്കും വിവിധ സഭകളിൽ നിന്നും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ലോക പ്രാർത്ഥനാ ദിനം ആചരിക്കപ്പെടുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ ഇത്രയും വിശിഷ്ടരായ സമൂഹത്തിന്റെ മുമ്പിൽ വചനം പങ്കുവയ്ക്കാൻ ലഭിച്ച ഈ അവസരത്തിന് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ഞാൻ സ്വീകരിക്കുക. ഇന്നെനിക്ക് നിങ്ങളൊത്ത് ചിന്തിക്കുവാനും പഠിക്കുവാനും ലഭിച്ചിരിക്കുന്ന വചനം ഇതാണ്: Come, I will give you rest. This verse is taken from Saint Matthew chapter 11:28. നമ്മൾ ഇന്ന് ഈ പ്രാർത്ഥനാ ദിവസത്തിൽ പ്രാർത്ഥിച്ചും പാടിയും ഈ വചനം ഒത്തിരി ആഘോഷിച്ചു. ഞാൻ വിചാരിക്കുമായിരുന്നു, ഞാൻ പ്രിപ്പയർ ചെയ്തെല്ലാം ഇവിടെ പ്രാർത്ഥനയിലൂടെയും പാട്ടിലൂടെയും നമ്മൾ കേട്ടു. ഇതിനെയെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് വാക്കുകളിലാക്കാൻ ഞാനൊരു ശ്രമം നടത്തുക. ഈ അനുഗ്രഹീത വചനത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. യഹോവയായ ദൈവത്തിന് തുല്യമായി മതനിയമങ്ങളെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, നമ്മുടെ യഹൂദ ജനവംശത്തിന്റെ കാലം. യഹൂദ മത ആചാര്യന്മാർ യഹൂദ കാലയളവിൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച കർശനമായ മതനിയമങ്ങൾ അവർക്ക് വലിയ ഭാരമായി തോന്നി. ഈ ഭാരം ചുമലിൽ ഏറ്റുകൊണ്ട് നടക്കുന്ന ജനങ്ങളെ കണ്ട് അലിവ് തോന്നിയ കർത്താവ് അവരെ വിളിച്ചിട്ട് പറയുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. Come, I will give you rest. This is a powerful unconditional call. നിബന്ധനകളില്ലാത്ത കർത്താവിന്റെ ഈ വിളിക്ക് മുമ്പിൽ യഹൂദനും യവനനും വ്യത്യാസമില്ല. പരിച്ഛേദന ഏറ്റവനോ പരിച്ഛേദന ഇല്ലാത്തവനോ എന്ന് വ്യത്യാസമില്ല. പരീശനും പാപിക്കും ഇവിടെ ഒരേ സ്ഥാനമാണ്. കർത്താവിന് ഇവിടെ മതപരിമിതികളില്ല. ഞാൻ ഓർത്തഡോക്സ് ആണോ, പാത്രിയർക്കീസ് ആണോ, CSI ആണോ, കാത്തലിക് ആണോ, കർത്താവ് ചോദിച്ചില്ല. എന്നെ ആവശ്യമുള്ളവരെല്ലാം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സന്നിധിയിൽ വരാം. I will give you rest. അമ്മ സ്വന്തം കുഞ്ഞിനെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. പൂർണ്ണ അധികാരത്തോടും പൂർണ്ണ സ്നേഹത്തോടും കൂടിയാ വിളിച്ചത്. His love is unconditional. We already know that. And his call is unconditional. ഈ അധികാരം കർത്താവിനെ എവിടെ നിന്നാ കിട്ടിയത്? ഫാരിസീസും ഈ ക്വസ്റ്റ്യൻ അവനോട് ചോദിച്ചായിരുന്നു. സ്വന്തം ജീവന്റെ വില കൊടുത്ത് കുരിശു മരണത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയ ആ രക്തത്തിന്റെ വിലയാണിത്. നമ്മളുടെ അധികാരം കർത്താവിന്മേൽ, അതാ നമ്മുടെ യേശുവിൻ കർത്താവും ദൈവവുമായി നമ്മൾ സ്വീകരിക്കുന്ന കർത്താവിന്റെ വിളി. ഈ വിളി ഇന്ന് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കുമുള്ള വിളിയാ. എ പവർഫുൾ അൺകണ്ടീഷണൽ കോൾ. ദൈനംദിന ജീവിതത്തോട് മല്ലിട്ട് വിശ്രമമില്ലാതെ നമുക്ക് ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? ഇങ്ങനെ ഒരു വിശ്രമം നമുക്ക് ആവശ്യമാണ്. എവിടെ നോക്കിയാലും ഒരു സമാധാനവുമില്ല. പലരും ഇന്നിവിടെ സൂചിപ്പിച്ചു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കൊണ്ട് ജനം നശിച്ചു, കഷ്ടപ്പെട്ടു. അച്ഛൻ ഇന്ന് സൂചിച്ചതുപോലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടി. നമ്മുടെ ജീവിതം തന്നെ നമുക്ക് താങ്ങാൻ വയ്യ. എത്ര ഓടിയിട്ടും ഇതൊന്ന് കെട്ടിപ്പടുത്തുയർത്താൻ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങാൻ നമ്മൾ കഷ്ടപ്പെടുകയല്ലേ?
അതിന്റെ കൂടെയാണ് വലിയ യുദ്ധങ്ങളും, അതിന്റെ കൂടെ മതപീഡനങ്ങളും, തീർന്നില്ല പ്രകൃതിക്ഷോഭങ്ങൾ. യുവജനങ്ങൾ നാശത്തിലേക്ക് പോകുന്നു. ക്രിസ്തീയ മൂല്യങ്ങൾ കാറ്റിപ്പറക്കുന്ന കാലമായി മാറി. ആന്റി ക്രൈസ്റ്റ് മൂവ്മെന്റ്സ് ശക്തി പ്രാപിച്ച് ഈ കാലത്ത് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ കൂടെ ഇതെല്ലാം നമ്മൾ ഒരു മനുഷ്യന് താങ്ങാൻ വയ്യാത്ത ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഇടിമിന്നൽ പോലെ വരുന്ന, അടിക്കടിക്കായി വരുന്ന രോഗങ്ങൾ, കടഭാരം, കുടുംബഭാരം, കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഭാരം, എന്താ നമുക്ക് കണക്കുകളില്ല. നമ്മുടെ ഭാരത്തിന്റെ കണക്കുകൾ ഏറി 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 പോവുക. ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ ഭാരമുണ്ട്, മാനസിക ഭാരം. നമ്മൾ അതിനെ ഹൃദയഭാരം എന്നൊക്കെ പറയും. ഹൃദയത്തിന് ഒരു കനം പോലെ. ഈ ഭാരം നമ്മളെ തളർത്തിക്കളയാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കൂടാ. കൊടുങ്കാറ്റ് പോലെ ഓരോ ദിവസവും ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുന്ന ദുരിതങ്ങൾ. ആരാ ഇതിന്റെ മുമ്പിൽ ഒന്ന് പതറിപ്പോകാത്തത്? കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ നോക്ക്, അവർ പോലും പതറിപ്പോയില്ലേ? കർത്താവിന്റെ കൂടെ പടകിൽ യാത്ര ചെയ്തതാ, വളരെ ഹാപ്പി ആയിരുന്നു. അവര് വിചാരിച്ച കർത്താവില്ലേ, ഇനി നമ്മൾ എന്തിനു പേടിക്കണം? കാറ്റും കോളും വന്ന് കടലിലെ തിരകൾ പൊങ്ങി കപ്പൽ മറഞ്ഞു പോകാറായപ്പോൾ, അവരുടെ ജീവരക്ഷ വരെ എത്തിയപ്പോൾ ഉറക്കെ വിളിച്ചു, കർത്താവേ നീ എവിടെയാ? ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ, ഞങ്ങൾ നശിച്ചു പോകാൻ ഇടവരരുതേ എന്ന്. കർത്താവ് ഓടി വന്നു. വിളിച്ചാൽ ഓടി വരുന്ന കർത്താവ് അവൻ. സ്നേഹത്തോടെ വിളിച്ചാൽ അവൻ എവിടെയും എത്തും. കപ്പലിനെയും കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി. ഒരു സുലഭമായ യാത്രയാണ് പിന്നീട് അവർക്കുണ്ടായത്. ഇത് ഒന്നുകൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് അവരോട് പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളെ പോലെ ഇരിക്കുന്നത് എന്ത്? ക്രിസ്തു സഭയുടെ അംഗങ്ങളായ നമ്മൾ അല്പവിശ്വാസികളാകാതെ നമുക്ക് വിശ്വാസികളെയായി കർത്താവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം. അതിനാണല്ലോ അവൻ വിളിച്ചത്, കം ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഈ സംഭവം വേറൊന്നുകൂടെ എന്നെ പഠിപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാ. കർത്താവുള്ള പടകിലും കാറ്റും കോളും അടിക്കും. എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. എന്നും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് എന്നും സുഖജീവിതം. അതാണ് എൻ്റെ മനസ്സിൽ. ഈ കാറ്റും കോളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം നിങ്ങളൊത്ത് പങ്കുവയ്ക്കാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുക. ഒരുപക്ഷെ ദൈവം എന്നെ വിളിച്ചത് അതിനായിരിക്കും. എനിക്ക് ഈ പോഡിയത്തിൽ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല. ഏകദേശം 15 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. എൻ്റെ അമ്മയ്ക്ക് അന്ന് 57 വയസ്സ്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന കുടുംബമായിരുന്നു. പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് ലങ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. എല്ലാം പെട്ടെന്നായിരുന്നു. പ്രത്യേകിച്ച് യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ബ്രോങ്കൈറ്റിസ് ആയിരിക്കും എന്ന് കരുതി കുറേ മരുന്നുകളെല്ലാം കഴിച്ചു. പെട്ടെന്ന് ഒരു ബയോപ്സി എടുത്തപ്പോൾ പറഞ്ഞു, സ്മോൾ സെൽ കാർസിനോമ ഓഫ് ദ ലങ്സ്. ഇവിടെ മിക്കവാറും മെഡിക്കൽ ഫീൽഡിലുള്ളവരാവാൻ ചാൻസ് ഉണ്ട്. വെരി അഗ്രസീവ് ക്യാൻസർ. സർവൈവൽ റേറ്റ് ഓൺലി 5 years. That's with treatment. That's only for 5 to 10% people. മെഡിക്കൽ ഫീൽഡിലായിരുന്ന എന്നെ വല്ലാതെ അത് പിടിച്ചു കുലുക്കി. ആ സമയത്ത് പെട്ടെന്ന് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനങ്ങ് തകർന്നു പോയി. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. എന്നും പ്രാർത്ഥനയും സഭായോഗവുമായി നടന്ന ഞാനാ. പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം കണ്ണുനീരിന്റെ പുഴയാണ്. ഒരു വാക്ക് പോലും വായി നിന്ന് വരുന്നില്ല. കാരണം യേശുവുള്ള പടകിലായിരുന്നു ഞങ്ങളുടെ യാത്ര. കർത്താവ് ഞങ്ങളെ കൈവിട്ടു പോയല്ലോ എന്നുള്ളൊരു തോന്നൽ മനസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ജനിച്ചു വളർന്നത് വചനം ഒഴുകുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ എല്ലാ സഭക്കാരുടെയും ആനുവൽ കൺവെൻഷൻ 3-4 ദിവസം നടക്കുമായിരുന്നു. മാറി മാറി നടക്കുന്ന ഒരു പാറസ്ഥലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളുടെ എക്കുമിനിക്കൽ കൂട്ടായ്മയോട് ചേർന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ ഞാൻ ഒരു എക്കുമിനിക്കൽ പാറ എന്ന് വിളിക്കാം. കാരണം ഒരു സഭാവിഭാഗമല്ല അവിടെ വന്ന് യോഗം നടത്തുന്നത്, എല്ലാവരും. ഞങ്ങൾ എല്ലാറ്റിനും പോകും. പ്രാർത്ഥനാ യോഗങ്ങൾ സുലഭം, വചന പെരുമഴ. പിന്നീട് ഡിവൈൻ ധ്യാന കേന്ദ്രം നിങ്ങൾക്കറിയാം, എൻ്റെ നാടിൻ്റെ അടുത്താ. അവിടെയും പോകുമായിരുന്നു. ഇതെല്ലാമായിട്ടും എല്ലാം ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല.
എന്തുകൊണ്ട് ഒരു മാറാ രോഗം അത് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ അങ്ങ് പിടിമുറുക്കി. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ അങ്ങ് വയ്യാതായി, പാലിയേറ്റീവ് കെയർ മോഡിലായിപ്പോയി. അങ്ങനെ വായിൽ നിന്നും ഉരുവിടുന്ന വചനങ്ങളും ഒരു ബൈബിളുമായി കട്ടിലിൽ കിടന്ന് സമയം ചെലവഴിക്കുന്ന കാലം. അന്ന് അമ്മയെ കാണാൻ വരുന്നവരുടെ എണ്ണം കൂടി, എൻ്റെ ഹൃദയത്തിന്റെ ഇടുപ്പും കൂടി. എനിക്കങ്ങ് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആയി. ഒരു ദിവസം അമ്മ ശ്വാസം എടുക്കാൻ മുട്ടിമുട്ടി ഇങ്ങനെ കിതയ്ക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു, എന്താ കുഴപ്പം? അപ്പം പറഞ്ഞു, ഓ കുഴപ്പമൊന്നുമില്ല, എന്താ ശ്വാസം വലിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം, പുറത്തുനിന്ന് കേൾക്കാം ഉള്ളിലെ സൗണ്ട്, കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് എല്ലാം നോക്കിക്കോളും. ഞങ്ങൾ പെട്ടെന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എമർജൻസിയിലോട്ട് കടന്നു. എല്ലാ ഡോക്ടേഴ്സും ഓടി വന്നു, ലങ്സിന്റെ പിക്ചർ എടുത്തു. ഡോക്ടർ വന്ന് ഓടി വന്ന് പറഞ്ഞു, ഈ ലങ്സ് വെള്ളത്തിൽ മുങ്ങിപ്പോയി, ഹാർട്ട് മുങ്ങിപ്പോയി, കൂടി വന്നാൽ 2 ദിവസം എമർജൻസി ആയിട്ട് ഒരു സർജറി വേണം. നമുക്ക് ഈ വെള്ളം എങ്ങനെയെങ്കിലും ഒരു ട്യൂബിട്ട് കളയാം, പക്ഷേ ആ സർജറി സർവൈവ് ചെയ്യുമെങ്കിൽ 2 ദിവസം കൊണ്ട് മരിക്കുന്ന നിങ്ങളുടെ അമ്മയെ 3-4 ആഴ്ച ഞാൻ നീട്ടിത്തരാം. എങ്ങനെയുണ്ട്? സർജറി വേണോ വേണ്ടയോ? സർവൈവ് ചെയ്യോ ഇല്ലയോ? കർത്താവിന് മാത്രമേ അറിയുള്ളൂ. പ്രത്യേക സാഹചര്യത്തിൽ ഒന്നും ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, പ്രാർത്ഥിക്കാം. അങ്ങ് സർജറിക്ക് വിട്ടു. ഈ സംഭവം കേട്ടതോടെ എൻ്റെ ഉള്ളിലെത്തി ആളി കത്തി. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്ന ഞാനാ. പ്രാർത്ഥിക്കാൻ പറ്റാതെ ഇരുന്ന് കണ്ണുനീരിന്റെ ആയക്കയത്തിൽ മുങ്ങിയ ഞാൻ. പ്രാർത്ഥിക്കാനുള്ള ദാഹം ശക്തിപ്പെട്ടു. പ്രാർത്ഥിക്കാൻ ഒരു കൂട്ട് വേണമെന്ന് തോന്നി. പെട്ടെന്ന് എന്നെ ബൈബിൾ പഠനത്തിലും പ്രാർത്ഥനയിലും ഏറെ സഹായിച്ചിരുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു എൻ്റെ പള്ളിയിൽ. ഞാൻ ആ പള്ളിയിലെ ആന്റിയെ ഫോൺ എടുത്ത് പെട്ടെന്ന് വിളിച്ചു. ആന്റി ഓൺ ദ ലൈനിലോ കിട്ടി. എനിക്ക് ഒരാൾ കൂടെ വേണമായിരുന്നു. എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മുട്ടുമടക്കി നമ്മുടെ ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച പോലെ ഉറക്കെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ മുങ്ങിപ്പോകുന്നു, എനിക്കിനി വഴിയില്ല. ഈ വലിയ ഭാരത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് ആണയിട്ട് പ്രാർത്ഥിച്ചു. ഒരു വലിയ കരച്ചിലും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ ഹൃദയത്തിന് വലിയ ഒരു സുഖം തോന്നി. അന്ന് രാത്രി എനിക്ക് നല്ല പോലെ കിടന്നുറങ്ങാൻ പറ്റി. അപ്പോഴാ കർത്താവിന്റെ വചനം പറയുന്നേ, കം ഐ വിൽ ഗീവ് യു റെസ്റ്റ്. നാളുകളായില്ലേ നീ ഉറങ്ങിയിട്ട്, നാളുകളായില്ലേ നീ ഭാരം വഹിച്ചുകൊണ്ട് നടന്നിട്ട്, യു കം ടു മീ, ഐ വിൽ ഗീവ് യു റെസ്റ്റ്. പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ നിന്നും കോള് വന്നു. ഷണ്ടിട്ടു, വെള്ളമെല്ലാം ഊറ്റിക്കളയാനുള്ള പദ്ധതിയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അമ്മ സർവൈവ് ചെയ്തു, സർജറി സർവൈവ് ചെയ്തു, കണ്ണു തുറന്നു. വളരെ സന്തോഷമായി. വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷമുള്ള ഓരോ ദിവസവും ഹീലിംഗ് ഡേയ്സ് ആയിരുന്നു. ഓരോ ദിവസവും സൗഖ്യത്തിന്റെ ദിനങ്ങൾ. ഇന്ന് ആ അമ്മയ്ക്ക് 73 വയസ്സ്, 15 വർഷം കഴിഞ്ഞു. അവൾ ഇന്നും കർത്താവിന്റെ സാക്ഷിയായി ജീവിച്ചിരിക്കുന്നു. എന്നാൽ ഞങ്ങൾക്കറിയാം ഇതൊരു മാരക രോഗമാണെന്ന്. ഞങ്ങളെ തമാശയ്ക്ക് പറയും, കർത്താവ് ഹിസ്കിയാ രാജാവിന് കൊടുത്ത് 10 വർഷം, ഇപ്പൊ 15 വർഷമായല്ലോ അമ്മേ കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് അവൾ ദൈവം എന്ന് വിളിച്ചാലും പോകാൻ റെഡിയാ. ഞങ്ങളും അക്സെപ്റ്റ് ചെയ്തു. കർത്താവിന് ഞങ്ങളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യിക്കാനുള്ള ഒരു സമയം വേണമായിരുന്നു. എനിക്കത് വേണമായിരുന്നു. കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് അത് തന്നു. ഞങ്ങൾ മാത്രമല്ല അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, സഭാമക്കളെല്ലാവരും, എല്ലാ പ്രാർത്ഥന കൂട്ടായ്മകളും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ അന്ന് പോയിക്കൊണ്ടിരുന്ന പള്ളിയിലെ എല്ലാവരും എന്നെ വിളിച്ചും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇതോടെ ഞാൻ ഒന്ന് പഠിച്ചു, സ്വന്തം പ്രാർത്ഥനയോടൊപ്പം സഭാമക്കളുടെ പ്രാർത്ഥനയും ആവശ്യമാണെന്ന് ഞാൻ പഠിച്ചു. അന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ പഠിച്ചു. അത് തന്നെയല്ലേ ഇന്ന് നമ്മളിവിടെ ചെയ്തത്. ഈ പ്രാർത്ഥനയിൽ വന്നു കൂടാൻ പറ്റിയത് എനിക്ക് അഭിമാനമുണ്ട്. നമുക്ക് വിഷമങ്ങളും വേദനകളും വരുമ്പോൾ പല വഴികളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. ചിലപ്പോൾ ഒന്ന് നടക്കാൻ പോകും, ചിലപ്പോൾ മൾട്ടിമീഡിയ കാണും, കൂട്ടുകാരൊത്ത് കുറച്ച് സമയം ചെലവാക്കും, പിന്നെ ചിലപ്പോൾ ഒരു സിനിമ കാണും. ഇങ്ങനെ പല താൽക്കാലികമായ സന്തോഷത്തിന്റെയും പുറകെ നമ്മൾ പോകും. ഒരു താൽക്കാലിക സന്തോഷം നമുക്ക് തരുന്നവയാണ്. എന്നാൽ
നമ്മുടെ യുവതലമുറകൾ തെരഞ്ഞെടുക്കുന്ന പല വഴികളും അവരുടെ പരാജയത്തിലേക്കും തകർച്ചയിലേക്കും കൊണ്ടുപോകുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ കണ്ണു മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എവിടെ പോയി നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങൾ? ഈ ക്രിസ്തീയ മൂല്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞ സന്തോഷം അവരിലേക്ക് പകരേണ്ടത് ഇന്ന് നമ്മുടെ കടമയല്ലേ. നമ്മൾ താൽക്കാലിക സന്തോഷത്തിന് പുറകെ പോകാതെ നിനക്ക് ഞാൻ നിത്യസന്തോഷം തരാം എന്ന് പറഞ്ഞ് ഒരാള് വിളിക്കുന്നുണ്ട്. ആ വിളി കേൾക്കണമെങ്കിൽ ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ആ ക്രൂശിതൻ ഓരോ കാതിലും ഇങ്ങനെ മന്ത്രിക്കുകയാണ്. എന്താ അവൻ പറയുന്നതെന്ന് അറിയണ്ടേ? ലോകം മുഴുവന്റെയും ഭാരം ചുമന്ന തോളാണിത്. ഇത്തിരി പോന്ന നിന്റെ സങ്കടങ്ങൾ എനിക്ക് താങ്ങാൻ വയ്യെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെല്ലാം ഇങ്ങോട്ട് തന്നിട്ട് നീ സുഖമായി കിടന്നുറങ്ങിക്കോ. ഇത് കേൾക്കുന്നവന് സുഖമായി കിടന്നുറങ്ങാൻ പറ്റും അല്ലേ? ഇത് കേട്ട അക്ഷരാർത്ഥത്തിൽ ഉറങ്ങിയ ഒരാളെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ പത്രോസ്ലീഹ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 12 വരെ വെറുതെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇത് നടക്കുന്നത് പെസഹായുടെ തലേന്നാ. അതുകൊണ്ട് തന്നെ ഈ വചനഭാഗത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ വലിയ നോമ്പിന്റെ ആഘോഷത്തിലല്ലേ, വലിയ നോമ്പിലൂടെ കടന്നു പോകാം. പെസഹായുടെ തലേന്ന് ഹെരോദ അഗ്രിപ്പ രാജാവ് വിചാരിച്ചു യഹൂദന്മാരെ ഒന്ന് പ്രീതിപ്പെടുത്തിയേക്കാം. പെസഹയാണ് അവരുടെ ഏറ്റവും വലിയ പെരുന്നാള്. ഓക്കെ, അവർക്ക് ഏറ്റവും ദേഷ്യമുള്ള ആരോടാ? പുതിയ ക്രിസ്തുമതക്കാരോട്. ആദ്യ ക്രൈസ്തവ സഭയുടെ പീഡനകാലമാണത്. യാക്കോബ് സ്ലിഹായെ പിടിച്ച് വധിച്ച ശേഷം അവർ ഇങ്ങനെ ഓരോ ക്രിസ്തീയ മതക്കാരെയും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന് സന്തോഷിക്കുന്ന അവസരമാണ്. ഹെരോദ രാജാവ് പത്രോസ്ലിഹായെ പിടിച്ചു തടവിലാക്കി. അതിസുരക്ഷിതയോടെയാ പത്രോസ്ലിഹായെ തടവിലാക്കിയത്. എന്തുകൊണ്ടാന്ന് അറിയണ്ടേ? അവർ ഓൾറെഡി തീരുമാനിച്ചു പെസഹ കഴിഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പില് ഇവനെ വിചാരണയ്ക്ക് നിർത്തണം. അടുത്ത വധം വരുന്നത് ഒരുപക്ഷെ പത്രോസ്ലിഹായുടെ ആവാം. അതിന് അതിസുരക്ഷിതയോടെ അവനെ തടവിലാക്കിയത്. അതിസുരക്ഷിത എന്ന് പറയുമ്പം കേൾക്കണം, 4 സേവകരുള്ള 4 കൂട്ടം പടയാളികൾ എവിടെയാ? കാരാഗ്രഹ വാതുക്കൽ. അപ്പോ തന്നെ എത്ര പേരായി? 16 തടിമിടുക്കുള്ള പടയാളികളായി. അതും പോരാഞ്ഞിട്ട് 2 സൈഡിലും ചെങ്ങലകൾ കൊണ്ട് വലിച്ചു മുറുക്കി കെട്ടി. കൂടാതെ 2 പടയാളികളെ ഇടത്തും വലത്തുമായി നിർത്തി. അങ്ങനെ 18 പടയാളികളുടെ നടുവിൽ കാരാഗ്രഹത്തിനകത്ത് 2 ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി പത്രോസ്ലിഹ കിടക്കുക. ഇത് ഇപ്പോൾ നമ്മുടെ പത്രോസ്ലിഹയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പക്ഷേ അടുത്തത് വധശിക്ഷയാണെന്ന് പത്രോസ്ലിഹായ്ക്ക് ശരിക്കും അറിയാം. എന്തിനു പറയണു? ഒരു ചെറിയ പോലീസുകാർ വന്ന് എൻ്റെ കാറിന്റെ മുന്നിൽ നിർത്തിയാൽ മതി, എൻ്റെ 2 മുട്ട് ഒടിക്കാൻ തുടങ്ങും. എനിക്കറിയില്ല ഇപ്പോൾ പത്രോസ്ലിഹയുടെ അവസ്ഥ എന്താണെന്ന്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ എങ്ങനെയാ വായിക്കുന്നത്? പത്രോസ് 2 ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു വിഷയമായത്. ഇത്രയും പടയാളികളുടെ നടുക്ക് വരുന്ന വധശിക്ഷയെ കാത്തുകിടക്കുന്ന പത്രോസിനെ എങ്ങനെയാ ഉറങ്ങാൻ കഴിഞ്ഞത്? പത്രോസ് കർത്താവിന്റെ ശിഷ്യനായിരുന്നു, ഏറ്റവും സ്നേഹത്തോടെ പിടിച്ച ശിഷ്യനായിരുന്നു. കർത്താവിനെ അറിയാം പത്രോസിന്. പത്രോസ് ഒരു കുഞ്ഞിനെ പോലെ അവന്റെ വാക്ക് കേട്ടു. കം, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഒരു കുഞ്ഞിനെ പോലെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഉറങ്ങാൻ പറ്റിയ പത്രോസ്ലിഹായ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ? ശുശ്രൂഷകന്മാരായ മാലാഖമാരെ സ്വർഗത്തിൽ നിന്നും ദൈവം അയച്ചു. അവൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ കാരാഗ്രഹത്തിന് പുറത്തിറക്കി തെരുവ് കടത്തിവിട്ടു എന്നാണ് വചനം പറയുന്നത്. കാരാഗ്രഹവും കടന്നു തെരുവിലേക്ക് വന്നപ്പോഴത്തേക്കും പത്രോസ്ലിഹ വിചാരിച്ചു സ്ലിഹ ഒരു ദർശനം കാണുകയാണെന്ന്. വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഉറങ്ങിക്കിടക്കുന്ന ഞാൻ എങ്ങനെ ഈ തെരുവിൽ വന്നു എന്നായി പത്രോസിന്. അത് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഞാൻ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എൻ്റെ കർത്താവ് മാലാഖമാരെ അയച്ച് എൻ്റെ ശുശ്രൂഷയ്ക്കായി അയച്ച് എനിക്ക് വിടുതൽ തന്നിരിക്കുന്നു എന്ന്. ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞ പത്രോസ്ലിഹ ജനങ്ങളുടെ മധ്യേ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. 1 Peter chapter 5:7, പ്രിയജനമേ, നിങ്ങളുടെ സകല ആകുല ചിന്തകളും അവനെ ഭരമേൽക്കുവിൻ. ആ ക്രൂശിതൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. അതെ, നമ്മുടെ ക്രൂശിതൻ
നമ്മൾക്ക് വേണ്ടി മുഴുവൻ വിലയായി നമ്മളെ എടുത്തവൻ നമ്മളെ കരുതുന്നവനാണ്. എല്ലാം തികഞ്ഞവരെ കർത്താവിന് ആവശ്യമില്ല. എന്നെയും നിങ്ങളെയും പോലെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് നമ്മുടെ രക്ഷകൻ എങ്ങനെ പറയുന്നുണ്ട്, മക്കളെ, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും എന്റെ തുരുത്തിയിലുണ്ട്. ലോകം നൽകുന്ന താൽക്കാലിക സമാധാനമല്ല, എത്ര കൊടുങ്കാറ്റടിച്ചാലും പതരാത്ത നിത്യസ്നേഹം, അതാണ് ഞാൻ നിനക്ക് വെച്ചിരിക്കുന്നത്. കം, ഐ വിൽ ഗീവ് യു റെസ്റ്റ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഓരോ ദിവസവും നമ്മുടെ രക്ഷകന്റെ ഈ വിളി കേൾക്കാൻ കഴിഞ്ഞാൽ കർത്താവിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കർത്താവിന്റെ സ്വരം കേൾക്കാതെ വണ്ണം പിശാച അടച്ചു കളഞ്ഞ ഓരോ കാതുകളെയും ക്രിസ്തു നാമത്തിൽ തുറക്കപ്പെടുവാൻ ഇന്ന് നമുക്ക് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് കിട്ടിയ ഈ നിത്യസന്തോഷം മറ്റുള്ളവരിലേക്ക് പകരാൻ ദൈവം വലിയ ഒരു കടമ നമ്മളുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ്ലിഹായുടെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിച്ച വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കണ്ടു, കാരാഗൃഹത്തിൽ പത്രോസ് ആയിരിക്കുന്ന സമയത്ത് സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് നാം വചനത്തിൽ വീണ്ടും താഴോട്ട് വായിക്കുന്നത്, മറിയയുടെ വീട്ടിൽ അനേകർ ഒരുമിച്ച് കൂടി പത്രോസിന്റെ വിടുതലനായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നെന്ന്. മറ്റുള്ളവരുടെ കഷ്ടതയിൽ അവരോടൊന്നിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഒരു വലിയ ദൈവകൃപയാണ്. ആ കൃപ ലഭിച്ചവരാ നമ്മൾ ഇന്നെല്ലാവരും. ഈ സത്യം മനസ്സിലാക്കിയ സമൂഹമാണ് ഇന്ന് അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന നൈജീരിയൻ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒന്നിച്ചു കൂടിയത്. എത്ര മനോഹരമായി പാടിയും സ്തുതിച്ചും കർത്താവിനോട് ആ കാര്യം പറഞ്ഞു. സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നായി ഇനി അവൻ നോക്കുമ്പോൾ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ, ഞങ്ങളുണ്ട് കർത്താവേ എന്ന് ആഹ്ലാദത്തോടെ നമുക്ക് പറയാം. ഇന്ന് ഈ ലോകത്തിന്റെ ഒരു വശത്ത് യുദ്ധവും നാശനഷ്ടങ്ങളും മതപീഡനം കൊണ്ട് മുറവിളി കൂട്ടുമ്പോൾ, മറുവശം തിരക്ക് പിടിച്ച ജീവിതത്തെ ആഘോഷിക്കുന്നു. വിജയശ്രീലാളിതരായ ജനങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ വിശുദ്ധ നോമ്പിൽ എല്ലാ തിരക്കുകളിൽ നിന്നും എല്ലാം ഒന്ന് ഒഴിഞ്ഞ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും നമുക്ക് നമ്മുടെ കർത്താവിനോട് കൂടെ യാത്ര ചെയ്യാം. നമുക്കും എളിമപ്പെടാം. സൗമ്യതയോടും താഴ്മയോടും അവന്റെ പാദപീഠത്തിലിരുന്ന് ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ യേശുവപ്പായെ ചങ്കോട് ചേർക്കാം. മറ്റുള്ളവരുടെ കഷ്ടതകളിൽ അവരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിൽ നേരിടുന്ന ജനങ്ങളെ നമുക്ക് ഓർക്കാം. പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് മുടിഞ്ഞു പോകുന്ന നാടുകളെ നമുക്ക് ഓർക്കാം. കാറ്റും കോളും നിറഞ്ഞ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആഴത്തിൽ ഒന്ന് ഇടപെടാൻ, യുദ്ധങ്ങൾ കൊണ്ട് കലുഷിതമായ രാഷ്ട്രങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അയക്കാൻ പുണ്യതമ്പുരാനോട് നമുക്ക് അപേക്ഷിക്കാം. He said, "Come, I will give you rest." നമുക്കും യേശുവപ്പായുടെ അടുത്ത് ചെന്ന് ആ മാരടത്തിൽ നമുക്ക് അഭയം തേടാം. ആമേൻ. മാനവും മഹത്വവും കർത്താവിന് മാത്രം. എനിക്ക് ഇന്ന് ഈ അവസരം ഒരുക്കിയ ഞങ്ങളുടെ പള്ളിയിലെ വികാരി ഷിനോജച്ചനെയും ദിവ്യ കൊച്ചമ്മയെയും ജിൻസി ചേച്ചി, അതുപോലെ മറ്റുള്ള എക്യുമെനിക്കൽ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി. ദൈവത്തിന് സ്തോത്രം. Thank you, Josmi. Thank you, Lord. What a powerful testimony, right? Thank you for your mom and for her life and the blessings that you and your family have received. And thank you for the 15 years that she is a living testimony of our Lord and the miraculous way He has interceded in her life. So let her live for many more years as a living testimony of the miraculous healing. Okay, we would like to really thank you for coming to our midst and sharing not only your experiences but the word of God. May you be blessed, and thank you very much.